ഹലോ ഗൈസ്, നമ്മുടെ എല്ലാവരുടെയും ഒരു വർഷത്തെ പ്രയത്നമല്ലേ, ഒരു വർഷത്തെ പ്രയത്നം. നമ്മുടെ നീറ്റിന്റെ ഡേറ്റ് എന്താ പറയാ, നമ്മൾ ഈ ജൂലൈ 17-നാണ് എല്ലാവരും എഴുതുന്നത്. എക്സാം വളരെ അടുത്തു, ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിലാണെന്ന് അറിയാം. NCERT വായിച്ചിട്ടും അതുപോലെ നിങ്ങൾ പണ്ട് എഴുതിയ ഫോർമുലാസ് റിവൈസ് ചെയ്തിട്ടും എല്ലാവരും ലാസ്റ്റ് ലാപ്പ് ഓഫ് പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോൾ ഏറ്റവും എന്താ പറയുക, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ടെൻഷൻ, ഈ സമയത്ത് എക്സാമിന്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചുണ്ടാവുന്ന ടെൻഷൻ വളരെ നാച്ചുറലാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. എന്തായാലും എക്സാം എളുപ്പമായിരിക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. എക്സാം വളരെ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ പോയിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹായ്, അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നീറ്റ് ഈ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം. പക്ഷെ ആരും ടെൻഷനൊന്നും അടിക്കണ്ട, കാരണം അത്രയും എക്സാംസും മോഡൽ എക്സാംസും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ടെൻഷനൊന്നും ഇല്ലാതെ എല്ലാവരും നീറ്റിനെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാവരും ഉഷാറാക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിനും പഠിച്ചതിനും എല്ലാത്തിനും റിസൾട്ട് കിട്ടാനുള്ള ടൈം ആയിരിക്കുവാണ്. സോ എല്ലാവർക്കും നിങ്ങൾ പഠിച്ചതിൻ്റെ ദ ബെസ്റ്റ്, നല്ല വൃത്തിക്ക് ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റിയിട്ട് ഓൾ ദ ബെസ്റ്റ്. ഹലോ, നമ്മുടെ നീറ്റ് എക്സാം ആയി. ജൂലൈ 17-നാണ്, സൺഡേ ആണല്ലോ നമ്മുടെ നീറ്റ് എക്സാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, പഠിക്കുന്ന തിരക്കിലാവും. അപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും, പക്ഷേ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഒരുപാട് എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതേ ഈ 11th 12th സിലബസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാത്തൊരു സംഭവം എന്നല്ല, ഇതേ സംഭവത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ അറ്റൻഡ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. വരുന്ന ഞായറാഴ്ച നീറ്റ് എക്സാം വരുവാണ്. അപ്പോൾ ഒന്നും പഠിച്ചില്ല, എല്ലാം മറന്നുപോയി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ഞാനും നിങ്ങളെപ്പോലെയൊക്കെ ഈ ഫീസിലൂടെ കടന്നുപോയതാണ്. പക്ഷെ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പോയി എക്സാം എഴുതട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഇപ്പം നമ്മളുടെ ഡോപ്പിലെ കുട്ടികൾ എല്ലാവരും തന്നെ നിരവധി എക്സാമുകൾ എഴുതി തഴക്കവും പഴക്കവും വന്ന് നിൽക്കുവാണ് അല്ലേ മക്കൾ. ഇതുപോലെ തന്നെ ഒരു എക്സാം ജൂലൈ 17-ാം തീയതി വരുന്ന നീറ്റുമുള്ളൂ. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ എല്ലാവരും പോയി എക്സാം ഉഷാറാക്കുക. ഇനിയുള്ള സമയം മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ടുകൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോപ്പയും ഞങ്ങൾ മെൻറ്റേഴ്സും ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഹലോ ഓൾ, അപ്പം നിങ്ങളെല്ലാവരും നീറ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാവുന്ന അറിയാം. അപ്പം ഇനിയുള്ള ദിവസം പുതിയ ടോപ്പിക്സൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. മുന്നേ പഠിച്ച ടോപ്പിക്സൊക്കെ വീണ്ടും റിവൈസ് ചെയ്യാമെന്ന് ശ്രദ്ധിക്കാം. പിന്നെ നീറ്റ് റിസൾട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതുമ്പം നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസം അധികം ടെൻഷനൊന്നും അടിക്കാണ്ട് കൂളായിട്ട് എക്സാം എഴുതാം. അപ്പം എല്ലാവർക്കും എൻ്റെ വക ഓൾ ദ ബെസ്റ്റ്.